സൂക്ഷിച്ചവരതാ ഓടി വരാണ്. വന്ന് നോക്കുമ്പോ ബിലാൽ തങ്ങളാ, ഞങ്ങളെ വാപ്പച്ചിയുടെ മുഅദ്ദിനാണ്. ഉടനെ തന്നെ ഫഖാലഹു, അവര് രണ്ടുപേരും ബിലാൽ തങ്ങളോട് പറഞ്ഞു, നതമന്നാ نسمع أذانك الذي تؤذن به لرسول الله في المسجد. ബിലാൽ എന്നോരെ, നിങ്ങൾ ഞങ്ങളെ വാപ്പച്ചിയുടെ പള്ളിയിലെ മുക്രിച്ചയായിരുന്നില്ലേ? നിങ്ങൾ ഞങ്ങളെ വാപ്പച്ചിയുടെ പള്ളിയിലെ മുഅദ്ദിനായിരുന്നില്ലേ? നിങ്ങൾ ഞങ്ങളെ വാപ്പാടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നില്ലേ? നിങ്ങളെ ബാങ്കൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് ബിലാൽ എന്നോരെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങന്മാര് പറയുമ്പോ അവിടുന്ന് ബിലാൽ എന്നോരെ പറയാണ്, എന്നെ കൊണ്ട് കഴിയൂല, ഹബീബായ തങ്ങളില്ലാത്ത പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ എനിക്ക് പറ്റൂല. ഇത് പറഞ്ഞപ്പോ രണ്ട് സഹാബികളെ നിർബന്ധിപ്പിക്കാണ്. അവര് രണ്ടുപേരും നിർബന്ധം പിടിച്ചിട്ട് ബിലാൽ തങ്ങളോട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉച്ചിയിൽ കയറിയിട്ട് സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്കങ്ങ് തുടങ്ങേണ്ട താമസം ഇർതജ്ജത്തിൽ മദീന, മദീന മുഴുവനും പ്രകമ്പനം കൊള്ളാണ്. മദീനക്കാര് മുഴുവനും അത്ഭുതപ്പെടാണ്. എന്താ അവർ അത്ഭുതപ്പെടുന്നതെന്നറിയോ? ഫലമ്മാ ഖാല അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ അതാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോ ഇവര് മുഴുവനും അതാ കിട്ടിയ തുണിയെടുത്തുകൊണ്ടവര് പള്ളിയിലേക്ക് വരാണ്. അബുഇസ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങള് രണ്ടാമതും ജനിച്ചോ? മുത്തുനബി തങ്ങള് രണ്ടാമതും ജീവിച്ചോ? ബിലാൽ തങ്ങളെ ബാങ്ക് കേട്ടപ്പോ നബി തങ്ങളെ കാലം ഓർമ്മ വരാണ്. മാത്രമല്ല അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ബിലാൽ തങ്ങളത് പറയേണ്ട താമസം മഹാനവറുകൾ ബോധരഹിതനാവുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടി വന്ന് നോക്കുമ്പോ ബിലാൽ തങ്ങൾ ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ 2-3 ദിവസം ജീവിച്ച് ബിലാൽ തങ്ങളങ്ങ് മരണപ്പെട്ടു പോയി. ഹബീബായ തങ്ങളില്ലാത്ത മദീനയിൽ അവിടുത്തോടുള്ള സ്നേഹം കാരണം ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല, മദീനയിൽ താമസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ മനസ്സ് ഹബീബായ തങ്ങളെ കൺകുളിർക്കയെന്ന് പ്രണയിക്കണം. എല്ലാത്തിനും പരിഹാരം തങ്ങളാണ്. രോഗമുള്ളവരില്ലേ, പരിഹാരം തങ്ങളടുത്തുണ്ട്. കടമുള്ളവരില്ലേ, പരിഹാരം മുത്തുനബിന്റെ അടുത്തുണ്ട്. മക്കള് നന്നാവണമെന്ന് കൊതിക്കുന്നവരില്ലേ, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം പഠിപ്പിക്കണം. ചെറിയ കുട്ടികൾക്ക് മുത്തുനബിയോടുള്ള പ്രണയം പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ നബിതങ്ങളായി അവിടുത്തെ സ്നേഹിതരായി നബിതങ്ങളുമായി ഒരു പരിചയമുണ്ടാകണം. ആഖിറത്തിൽ ചെല്ലുമ്പോ നബിതങ്ങള് പറയണം, അല്ല കുറ്റം പറയില്ല, ഇന്നാലിന്നയാളല്ലേ, അതെ മൗലിദിന്റെ മജ്ലിസ് സംഘടിപ്പിച്ചയാളല്ലേ, സ്വലാത്ത് ചൊല്ലിച്ചയാളല്ലേ, ധാരാളം മൗലിദിന് സ്വതന്ത്ര കൊടുത്തയാളല്ലേ. ഇങ്ങനെ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ഒരു പരിചയമുണ്ടാകണം. ആ പരിചയത്തിന്റെ പേരിൽ സ്വർഗമൊന്ന് കിട്ടണം. ആകാശത്തിന്റെ അധിപനായ അല്ലാഹ്
ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥാ, ഞങ്ങളെ കഴിഞ്ഞ കാല ദോഷങ്ങൾ പുറത്ത് ശിഷ്ടകാല ജീവിതം നന്നാക്കി ഈമാനിന് സലാമത്ത് തന്ന് മനാമിലും യഖ്ലത്തിലും ഹബീബായ തങ്ങളെ കാണിച്ച് ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ തങ്ങളെ പൊരുത്തത്തിൽ സ്വർഗത്തിൽ റബ്ബാകുന്ന നിന്നെ കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം തരണമല്ലാഹ്, വിധി കൂട്ടണമല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഹബീബായ തങ്ങളെ പൊരുത്തമുള്ള ആളുകളാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്ത് തരണേ അല്ലാഹ്. ആരെല്ലാം ഇവിടെ എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ് സഹായങ്ങൾ നൽകിയും അല്ലാതെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരും കടമപ്പെട്ടവരുമായി എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാഹ്. ഹലാലായ ആവശ്യങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെട്ട ഇബാദുകളിൽ ഉൾപ്പെടുത്തി ഖളാ ഇല്ലാത്ത നിസ്കാരം തന്ന് ആരോഗ്യം നിലനിർത്തി തന്ന് തളർച്ചയിൽ നിന്നും ക്യാൻസറിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകി റാഹത്തുള്ള ജീവിതം തരണമല്ലാഹ്. ഈ മജ്‌ലിസ് കൊണ്ട് ഹബീബായ തങ്ങളെ മദീനയിലെത്താൻ വിധി കൂട്ടണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചുപോയി.